താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള എടവ ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാനൊന്നും പറ്റില്ല. മൺതിട്ടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീഴും മഴക്കാലത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര കെയർ ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടെ ഈ ചുറ്റും ഇങ്ങനെ തെങ്ങിൻ തോപ്പുകളും ഇവിടെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വർക്കല വരുമ്പോൾ മിക്സർ ബൈ ലൂക്ക റിസോർട്ടിൻ്റെ അവിടുന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള എടവ ബീച്ചാണിത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന്. സൈറ്റിങ് ഒരു രക്ഷയില്ല കേട്ടോ. കിടിലനാണ്. കാറ്റ് വീശുന്നത് കൊണ്ട് സൗണ്ട് കേൾക്കാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പോൾ എല്ലാവരും വർക്കലയിൽ വരുമ്പോൾ എടവ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മനോഹരമായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എടവ ബീച്ചിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം. പോരി ഒരു സൈഡിൽ നിറയെ തെങ്ങും തോപ്പുകളും കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ. മഴ സീസൺ ആയതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മൺതിട്ടയാണ്. മൺതിട്ട ഇടിഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് അങ്ങനെ അടുത്തേക്ക് പോയിട്ട് നിൽക്കുമ്പോൾ പിന്നെ വളരെ കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക. അപകടം നിറഞ്ഞൊരു ബീച്ച് കൂടിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തുള്ള ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെയധികം നിങ്ങൾ കെയർ ചെയ്യണം. ഇതാണ് നമ്മളുടെ മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ ഇവിടുത്തുകാരനാണ് അല്ലേ? എത്ര വർഷമായി ഇവിടെ? ഇവിടെ തന്നെയാണോ ജനിച്ചതൊക്കെ? വർക്കല തന്നെയാണ് അല്ലേ? ഈ ബീച്ചിന്റെ പേര് ശരിക്കും എടവ ബീച്ചിലെ. ഇവിടെ എങ്ങനെ ഇവിടെ വരുമ്പോ കുറച്ച് ശ്രദ്ധിക്കണല്ലേ? ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് കൂടുതൽ പോകരുത്, സൈഡിലോട്ട് പോകരുത്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് മല ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ മൺതിട്ട ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിക്കണം അല്ലേ? പിന്നെ ഇവിടെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. ആൾ താമസമൊക്കെ ഉള്ള ഏരിയ ആണ് അല്ലേ? പ്രശ്നമൊന്നുമില്ല അല്ലെ? സേഫ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് കടലിലോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇറങ്ങാം, ചിലയിടത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ കുറെ പേര് ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടനെ കണ്ടല്ലോ. നിങ്ങൾ വർക്കല ബീച്ചിൽ വരുമ്പോൾ, വർക്കല ഭാഗത്തേക്ക് വരുമ്പോൾ മണിച്ചേട്ടനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് റിസോർട്ടിൽ നിന്നാണ് മണിച്ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വളരെ ഉപകാരപ്പെട്ടു. പുള്ളിക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളും അറിയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇന്ന് ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ മണിച്ചേട്ടൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിളിക്കുക വർക്കലയിൽ വരുമ്പോൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മണിച്ചേട്ടൻ ഉപകാരപ്പെടും. ഓക്കെ. ഹായ്, നമ്മളിപ്പോൾ നോർത്ത് ബീച്ചിൽ വന്നിരിക്കുകയാണ്, വർക്കല. ഇതൊരു ഗോവ ബീച്ചിൻ്റെ ഒക്കെ മോഡലിൽ അല്ലേ പെട്ടെന്ന് കാണുമ്പോൾ? ഇവിടെ കുറച്ചും കൂടെ നമുക്ക് വൈഡായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഇവിടെ നിറയെ ക്രൗഡാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഒരു 100-100ഓളം ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ശരിക്കും വർക്കല നൈറ്റ് വൈബൊക്കെ നടക്കുന്ന സ്പോട്ട്. കേട്ടോ Beef curry?
നമ്മളങ്ങനെ കാപ്പിൽ ബീച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ വർക്കലയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട അടിപൊളി ഒരു സ്പോട്ടാണ്. കായലും കടലും ഒന്നിക്കുന്ന ഒരു സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ഇതുവഴി പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം നമുക്ക് ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ സർഫിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സർഫിംഗ് ഇപ്പം തിരമാലൊക്കെ അധികമായതുകൊണ്ട് ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ് അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബോട്ടിങ് ആണു അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ് കയാക്കിംഗ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വർക്കലയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മനോഹരമായിട്ടുള്ള ബീച്ചുകളിൽ ഒന്നാണ് ഈ ഒരു കാപ്പിൽ ബീച്ച്. കായലും കടലും അതിനെ നടുക്കിക്കൂടുള്ള ഒരു യാത്ര. നമ്മൾ ഒരുപാട് ഡ്രോൺ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്പോട്ട്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബീച്ചിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് വർക്കലയിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വൈകിട്ട് 4 മണിക്ക് നമ്മൾ ലോ ഫ്ലോർ KSRTCയിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മണി വരെ ഇന്ന് നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 1 മണി വരെ വർക്കലയിൽ തന്നെ കറങ്ങിയിട്ട് തിരിച്ച് തിരുവനന്തപുരം പോയി ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ച് 4 മണിക്ക് ബാക്ക് ഹോം. അങ്ങനെയാണ് പ്ലാനിങ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു കായലിൻ്റെ ഒരു ഏരിയയാണ്. കായൽ തീരമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് അവിടെയാണ് ബോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നത്. അവിടെ ബോട്ടിംഗ് വർക്കിംഗ് ആണ് തോന്നുന്നു. ബോട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കയാക്കിങ്ങും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? നമ്മൾ വണ്ടിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ബോട്ടിംഗ് ഇല്ല, ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരുപാട് നോർത്ത് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അവരവിടെ ബോട്ടിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബീച്ചിൻ്റെ കുറച്ച് ആ ഒരു എൻഡ് ഭാഗത്തേക്ക് പോയി നോക്കാം. കമോൺ. ഇവിടെ ഒരുപാട് പേര് എത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാപ്പിൽ ബീച്ച് കാണാനായിട്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല മാങ്ങ, നല്ല ചനച്ച മാങ്ങ മുളകും ഉപ്പിലിട്ടത് ഒരു നൊസ്റ്റു അടിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് കൊതിപ്പിക്കാൻ പോവാണ്. ഓ, നല്ല മൂവാണ്ടൻ മാങ്ങ മുളകും ഉപ്പിലും ഇട്ടിട്ട് കഴിക്കാം. നല്ലൊരു നൊസ്റ്റു അടിക്കുന്നില്ല നിങ്ങൾക്ക്? വാല് വെള്ളം വരുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഉപ്പിൽ മിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കലയിലെ കാപ്പിൽ ബീച്ചിലും വന്നു കേട്ടോ. കായലും ഒരു സൈഡിൽ ബീച്ചും നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നുണ്ട്. ഒന്നുമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളും ഐസ്ക്രീമും ഒക്കെ കിട്ടും. കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. കപ്പിൾസ് ഏരിയയാണ് തോന്നുന്നു മെയിനായിട്ട്. ഇവിടെ ഒരുപാട് കപ്പിൾസൊക്കെ ഭംഗിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫാമിലിയും വരുന്നുണ്ട്. നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരത്തൊക്കെ നമുക്കിങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റും. എവിടേക്കോ ഒരു എന്താ പറയുക, ഫോർട്ട് കൊച്ചിയല്ല,
എവിടേക്കോ ഒരു കോഴിക്കോട് സൗത്ത് ബീച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നല്ല രസമുണ്ട്. ഈ സൈഡ് മൊത്തം കായലാണ്. പിന്നെ ഇവിടുത്തെ മണലൊക്കെ ഒരു ബ്ലാക്ക് കളറാണ്. നല്ല രസമുണ്ട്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഒരു കുറച്ച് മാങ്ങ, പച്ചമാങ്ങ, ചനച്ച മാങ്ങ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത് നമ്മളങ്ങനെ തിരിച്ച് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കലേൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കമൻസൊക്കെ വാരി എറിയണം. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.